ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന പാഠപുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തെ 4-ാം അധ്യായമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതം, വിശ്വാസത്തിൻ്റെ ആഘോഷം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കാണുകയുണ്ടായി, ക്രിസ്തീയ വിശ്വാസ സംഹിതയുടെ ഉള്ളടക്കം എന്നത് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ജീവിക്കുന്നവ, വിശ്വസിക്കുന്നവ, ആഘോഷിക്കുന്നവ, പ്രാർത്ഥിക്കുന്നവ. ഇതിലെ ആഘോഷിക്കുന്നവ എന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ദൈവാരാധന. ആരാധന ക്രമവത്സരം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ആരാധനാ ക്രമവത്സരത്തെ 9ആയി തിരിച്ചിരിക്കുന്നു. രക്ഷകന്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് മംഗളവാർത്താക്കാലം, ഈശോയുടെ ജനനത്തെ അനുസ്മരിക്കുന്ന പിറവിക്കാലം, അതുപോലെ തന്നെ മാമോദിസയെ കേന്ദ്രമാക്കി ദൻഹാകാലം, അതിനുശേഷം ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെയും പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിച്ചുകൊണ്ടുള്ള നോമ്പുകാലം, ഈശോയുടെ ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും അനുസ്മരിക്കുന്ന ഉയർപ്പുകാലം, പരിശുദ്ധാത്മാവിന്റെ ആഗമനവും സഭയുടെ പ്രവർത്തനങ്ങളും അനുസ്മരിക്കുന്ന സ്ലീഹാകാലം, സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലം, അവിടുത്തെ രൂപാന്തരീകരണവും 2ാമത്തെ ആഗമനവും സൂചിപ്പിക്കുന്ന ഏലിയ സ്ലീവ മൂശ കാലം, അതിനുശേഷം തന്റെ മണവാട്ടിയായ സഭയെ ഈശോ പിതാവിന് സമർപ്പിക്കുന്ന പള്ളിക്കുദാശ കാലം എന്നിങ്ങനെ 9 കാലങ്ങളാണ് സീറോ മലബാർ സഭയിലുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ദൈവാരാധന എന്ന് നമ്മൾ തുടക്കം പറയുകയുണ്ടായി. സഭയിലെ അതിന്റെ വ്യവസ്ഥാപിത രൂപമാണ് ആരാധനാക്രമം. എന്തിനാണ് സഭയിലെ ഈ വിശ്വാസ ആഘോഷങ്ങൾ? ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് അവിടത്തേക്ക് ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നതിന്റെ പ്രകാശനമാണ് ഈ വിശ്വാസ ആഘോഷങ്ങൾ. മനുഷ്യവംശത്തിന്റെ രക്ഷാകര കർമ്മം മിശിഹ പൂർത്തിയാക്കിയത് പെസഹ രഹസ്യത്തിലൂടെയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, എന്താണ് പെസഹ രഹസ്യമെന്നും എന്താണ് മിശിഹ രഹസ്യമെന്നും. നമുക്ക് ആദ്യം മിശിഹ രഹസ്യം എന്താണെന്നൊന്ന് ചിന്തിക്കാം. മിശിഹ രഹസ്യം എന്ന് പറയുന്നത് രക്ഷകന്റെ വരവിനായുള്ള ഒരുക്കം, ഈശോയുടെ ജനനം, ഈശോയുടെ രഹസ്യവും പരസ്യവുമായ ജീവിതം, ഈശോയുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അതുപോലെ തന്നെ ഈശോയുടെ 2ാമത്തെ ആഗമനവും, ഇതെല്ലാം അടങ്ങിയതാണ് മിശിഹ രഹസ്യം. എന്നാൽ നമ്മൾ ആഘോഷിക്കുന്നത് പെസഹ രഹസ്യമാണ്. എന്താണ് ഈ പെസഹ രഹസ്യം എന്ന് പറയുന്നത്? ഈശോയുടെ പീഡാനുഭവ, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങളാണ്. ഈ പെസഹ രഹസ്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആരാധനാക്രമം അഥവാ ലിറ്റർജി. ലെയ്തൂർഗിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലിറ്റർജി എന്ന പദമുണ്ടായത്. ഈ പദത്തിന്റെ അർത്ഥം പൊതുവായ ഒരു പ്രവൃത്തി. പൊതുവായ പ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയിൽ ദൈവജനമായ നാം പങ്കുചേരുന്നു എന്നതാണ്. എന്തിനാണ് ഈ പെസഹ രഹസ്യം നമ്മൾ ആഘോഷിക്കുന്നത്? മിശിഹ എല്ലാ മനുഷ്യരുടെയും രക്ഷയുടെ മാർഗമായതിനാൽ, മിശിഹായുടെ രക്ഷാകര രഹസ്യം യുഗാന്ത്യം വരെ തുടരുന്നതിന്, പ്രധാന പുരോഹിതനായ മിശിഹ സഭയോടൊത്ത് സഭയിലൂടെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ രക്ഷകനും പ്രധാന പുരോഹിതനുമായ മിശിഹ സഭയോടൊത്ത് സഭയിലൂടെ രക്ഷാകര കർമ്മം തുടരുന്നതിനാൽ എല്ലാവരുടെയും ബോധപൂർവവും സജീവവും ഫലപ്രദവുമായ പങ്കാളിത്തം സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് കൊണ്ട്, ഇതുകൊണ്ടാണ് പെസഹ രഹസ്യം നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു എന്താണ് പെസഹ രഹസ്യം, എന്താണ് മിശിഹ രഹസ്യം, അതുപോലെ തന്നെ എന്താണ് ദൈവാരാധന, എന്താണ് ആരാധനാക്രമം. ആരാധനാക്രമത്തിന് മറ്റൊരു വാക്കാണ് ലിറ്റർജി.
ലിറ്റർജി എന്ന പദത്തിന്റെ അർത്ഥമെന്ത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ഇനി വിശ്വാസ ആഘോഷത്തിന്റെ തലങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് പരിചയപ്പെടാം. ആരാധനാക്രമത്തിന്റെ ആഘോഷ മേഖലകൾ 5 എണ്ണമാണുള്ളത്. 1 കൂദാശകൾ, 2 യാമപ്രാർത്ഥനകൾ, കൂദാശാനുകരണങ്ങൾ, പൊതുജനഭക്തി, തിരുനാൾ ആഘോഷങ്ങൾ. നമുക്ക് ആദ്യം കൂദാശകൾ എന്തെന്ന് ചർച്ച ചെയ്യാം. നമുക്കറിയാം, മിശിഹ സ്ഥാപിച്ച ജീവന്റെ നീർച്ചാലുകളാണ് കൂദാശകൾ. നമുക്ക് 7 കൂദാശകളാണുള്ളത്. ഈ 7 കൂദാശകളെ 3 ഭാഗങ്ങളാക്കി തിരിക്കുകയാണെങ്കിൽ പ്രവേശക കൂദാശകളിൽ വരുന്നതാണ് മാമോദീസ, തൈലാഭിഷേകം, കുർബാന. സൗഖ്യദായക കൂദാശകൾ എന്ന് പറഞ്ഞാൽ കുംഭസാരം, രോഗീലേപനം. ദൗത്യത്തിന്റെയും ശുശ്രൂഷയുടെയും കൂദാശകളാണ് തിരുപ്പട്ടം, വിവാഹം. നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഈ കൂദാശകൾ എന്തുകൊണ്ട് പലതരത്തിൽ പരികർമ്മം ചെയ്യപ്പെടുന്നു? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആരാധനാക്രമത്തിൽ വിവിധ ആരാധനാക്രമ പാരമ്പര്യങ്ങളുണ്ട്. പാശ്ചാത്യം, പൗരസ്ത്യം. പാശ്ചാത്യം എടുക്കുകയാണെങ്കിൽ റോമൻ, അതുപോലെ തന്നെ പൗരസ്ത്യം അന്ത്യോക്യൻ, ബൈസന്റിയൻ, കൽദിയൻ, അലക്സാൻഡ്രിയൻ, അർമേനിയൻ. ഇതുപോലെയുള്ള വിവിധ ആരാധനാക്രമ പാരമ്പര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ തിരുസഭയിലെ എല്ലാ കൂദാശകൾക്കും പൊതുവായ ഒരു ഘടനയുണ്ട്. അതിൻ്റെ അനുഷ്ഠാന രീതികൾക്ക് വ്യത്യസ്തമാണ്. അതായത് പൊതുവായിട്ടുള്ള ഒരു ഘടനയുണ്ട് തിരുസഭയിൽ എല്ലാ കൂദാശകൾക്കും. അതിൻ്റെ അനുഷ്ഠാന രീതികൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന എടുക്കുകയാണെങ്കിൽ ഏത് പാരമ്പര്യത്തിലും വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്ന രഹസ്യം ഒന്ന് തന്നെ. അതിൻ്റെ പ്രാർത്ഥനയിലും അനുഷ്ഠാന രീതിയിലുമാണ് വ്യത്യാസമുള്ളത്. എല്ലാ കൂദാശകളിലും ദൈവികമായി സ്ഥാപിക്കപ്പെട്ട ഒരു ഭാഗവും മാറ്റം വരുത്താൻ സാധിക്കുന്ന മറ്റൊരു ഭാഗവുമുണ്ട്. കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക ജീവൻ, അനുഗ്രഹം എങ്ങനെയാണ്? ഒരു കൂദാശ തിരുസഭയുടെ നിയോഗമനുസരിച്ച് പരികർമ്മം ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ അതിൽ പ്രവർത്തിക്കുന്നത് മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയാണ്. അത് പരികർമ്മം ചെയ്യുന്ന കാർമ്മികന്റെ വ്യക്തിപരമായ വിശുദ്ധിയെ ആശ്രയിക്കാതെ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തി ആ കൂദാശയിൽ പ്രവർത്തിക്കുന്നു. ഈ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഒരുക്കത്തെയും മനോഭാവത്തെയും അനുസരിച്ചാണ് അവർക്ക് ആ കൂദാശ എത്ര രീതിയിൽ ഫലപ്രദമായി സ്വീകരിക്കുന്നു എന്നുള്ളത്. ഈ കൂദാശ ഫലപ്രദമായി സ്വീകരിക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ കാർമ്മികന്റെ വിശുദ്ധി ഒരു പരിധി വരെ ആ വ്യക്തിയെ സഹായിക്കും. ഇതാണ് കൂദാശകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 7 കൂദാശകൾ. കൂദാശകൾക്ക് 3 ഭാഗങ്ങളുണ്ട്. പ്രവേശക കൂദാശകൾ, സൗഖ്യദായക കൂദാശകൾ, ദൗത്യത്തിന്റെയും ശുശ്രൂഷയുടെയും ഭാഗമായിട്ടുള്ള കൂദാശകൾ. ഈ കൂദാശകൾ എന്തുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ പരികർമ്മം ചെയ്യപ്പെടുന്നു? കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയാണ് നമ്മൾ അതിലൂടെ സ്വീകരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു വിശ്വാസ ആഘോഷമാണ് യാമപ്രാർത്ഥനകൾ. എന്താണ് യാമപ്രാർത്ഥന? ദിവസത്തിന്റെ പ്രത്യേക സമയങ്ങളിൽ സഭ ദൈവത്തിന് അർപ്പിക്കുന്ന കൃതജ്ഞതയും ആരാധനയും സ്തുതിയും യാചനകളുടെയും ഔദ്യോഗിക പ്രാർത്ഥനകളാണ് യാമപ്രാർത്ഥനകൾ. ഒരു ദിവസത്തെ 7 യാമങ്ങളായി തിരിച്ച് 7 യാമപ്രാർത്ഥനകൾ നടത്തുന്ന പതിവ് സന്യാസ ആശ്രമങ്ങളിലുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ 3 യാമപ്രാർത്ഥനകളാണ് നടത്തുന്നത്. സായാഹ്ന പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, രാത്രി യാമപ്രാർത്ഥന. ഏതൊക്കെയാണ് ആ 7 യാമപ്രാർത്ഥനകൾ? നമുക്കൊന്ന് പരിചയപ്പെടാം. സായാഹ്ന പ്രാർത്ഥന, വൈകിട്ട് 6 മണിക്ക് ചൊല്ലുന്ന സായാഹ്ന പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് റംഷ. അതിനുശേഷം അത്താഴാനന്തര പ്രാർത്ഥന, നിദ്രാജപം എന്നും അറിയപ്പെടുന്നു. 9 മണിക്ക് ചൊല്ലുന്ന, വൈകിട്ട് 9 മണിക്ക് ചൊല്ലുന്ന അത്താഴാനന്തര പ്രാർത്ഥനയെ പറയുന്ന പേരാണ് സുബയ്യ. പാതിരാ പ്രാർത്ഥന, പാതിരാ പ്രാർത്ഥനയാണ് ലലിയ. ഈ പാതിരാ പ്രാർത്ഥനയ്ക്ക് ശേഷം വെളുപ്പിന് 3 മണിക്ക് കോഴി കൂവുമ്പോഴുള്ള പ്രാർത്ഥന, അതാണ് ഖാല ദശഹറ. അതിനുശേഷം രാവിലെ പ്രഭാത പ്രാർത്ഥന, സപ്ര. പ്രഭാത പ്രാർത്ഥന നമ്മൾ രാവിലെ ചൊല്ലുന്നത് 6 മണിക്കാണ്. അതിനുശേഷം പൂർവ്വ മധ്യാഹ്ന പ്രാർത്ഥന രാവിലെ 9 മണിക്ക്
ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പൂർവ മധ്യാഹ്ന പ്രാർത്ഥന. ഖുത്തയ എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര്. അതുപോലെ തന്നെ മധ്യാഹ്ന പ്രാർത്ഥന, ഉച്ചയ്ക്ക് 12 മണിക്ക് ചൊല്ലുന്ന പ്രാർത്ഥന, അതാണ് എന്താന. ഈ 7 യാമ പ്രാർത്ഥനകളാണ് സന്യാസാശ്രമങ്ങളിൽ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചൊല്ലുന്നത് 3, മറ്റിടങ്ങളിൽ സാധാരണയായി ചൊല്ലുന്നത് 3 യാമ പ്രാർത്ഥനകളാണ്. എന്താണ് കൂദാശ അനുകരണങ്ങൾ? കൂദാശകൾ മിശിഹ സ്ഥാപിച്ചതാണെങ്കിൽ ഈ കൂദാശകളെ അനുകരിച്ചുകൊണ്ടുള്ള വിശുദ്ധ അടയാളങ്ങളാണ് കൂദാശ അനുകരണങ്ങൾ. കൂദാശകൾ ഫലവത്തായി സ്വീകരിക്കുന്നതിനു വേണ്ടിയും ക്രൈസ്തവ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയും സഭാമക്കളെ ഈ കൂദാശ അനുകരണങ്ങൾ ഒരുക്കുന്നു. ഏതൊക്കെയാണ് കൂദാശ അനുകരണങ്ങൾ? മൂറോൻ വെഞ്ചരിപ്പ്. മൂറോൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തൈലം എന്നാണ്. നമ്മൾ ഈ തൈലം ഉപയോഗിക്കുന്നത് തൈലാഭിഷേകത്തിനും അതുപോലെ തന്നെ ദൈവാലയ വെഞ്ചരിപ്പിനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ തൈലം വെഞ്ചരിക്കുന്നത് മെത്രാനാണ്. മൂറോൻ വെഞ്ചരിപ്പ്, സന്യാസവ്രത വാഗ്ദാനം, ആശീർവാദങ്ങൾ, വെഞ്ചരിപ്പുകൾ, മൃതസംസ്കാരം, പിശാചു ബഹിഷ്കരണം. സഭയുടെ നിയമം അനുസരിച്ച് തിരുപ്പട്ടത്തിലൂടെ എല്ലാ വൈദികർക്കും അതിനുള്ള അധികാരം ലഭിക്കുന്നുണ്ടെങ്കിലും രൂപതാധ്യക്ഷൻ പ്രത്യേകമായി നിയമിക്കാറുണ്ട്. അടുത്തതായി പൊതുജന ഭക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. ആരാധനാക്രമത്തിന്റെ ആഘോഷങ്ങളുടെ നിരയിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പൊതുജന ഭക്തി. വിവിധങ്ങളായ ഭക്താനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇതിന്റെ ഭാഗമാണ്. എന്താണ് ഭക്താനുഷ്ഠാനങ്ങൾ? എന്താണ് ആചാരാനുഷ്ഠാനങ്ങൾ? മിശിഹായുടെ ജനന, പീഡാനുഭവ, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി സഭയുടെ പ്രവർത്തനങ്ങളിൽ, സഭയുടെ ആരാധനാക്രമത്തിൽ സജീവമായി പങ്കുചേരാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഭക്താനുഷ്ഠാനങ്ങൾ. നമ്മൾ ആചരിച്ചു വരുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ജപമാല പ്രാർത്ഥനകൾ, കുരിശിന്റെ വഴി, അതുപോലെ തന്നെ നൊവേന പ്രാർത്ഥനകൾ, തിരുശേഷിപ്പ് വണക്കം, ഇതെല്ലാം ഭക്താനുഷ്ഠാനങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ് ആചാരാനുഷ്ഠാനങ്ങൾ? സഭാമക്കളുടെ ആധ്യാത്മികത ലക്ഷ്യം വെച്ച് വിശ്വാസത്തോടെ നടത്തുന്ന വിവിധ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ. ഒരു വ്യക്തിയുടെ ജനനവുമായി എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ വ്യക്തിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പേരുകൾ നൽകുന്നത്, വിശുദ്ധ കുരിശ് ഉപയോഗിച്ച് ആഭരണങ്ങൾ നൽകുന്നത്, അതുപോലെ തന്നെ തലത്തൊട്ടപ്പന്റെയും തലത്തൊട്ടമ്മയുടെയും ആശീർവാദവും അനുഗ്രഹവും പ്രാർത്ഥനയും, ഇതെല്ലാം നമ്മുടെ ജനനത്തോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ വിവിധങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതുപോലെ തന്നെ മരണത്തോടനുബന്ധിച്ചും 7-ാം ചരമദിനം, 41-ാം ചരമദിനം, ചരമവാർഷികം, ഖബറിടത്തിലെ പ്രാർത്ഥന, ഇതെല്ലാം വിവിധങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മെ ഭക്തിയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൊതുജന ഭക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്താനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും. ഇപ്പോൾ നമ്മൾ ഇതുവരെ 4 കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി അവസാനമായിട്ട് പ്രധാനപ്പെട്ട തിരുനാളുകൾ, തിരുനാൾ ആഘോഷങ്ങൾ. എന്താണ് തിരുനാൾ ആഘോഷങ്ങൾ? ഒരു ആധ്യാത്മിക ജീവിത ശൈലി രൂപപ്പെടുത്താനായി സഹായിക്കുന്ന ഒന്നാണ് തിരുനാൾ ആഘോഷങ്ങൾ. സഭയിലെ തിരുനാളുകളെ അവയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യം കർത്താവിന്റെ തിരുനാളുകൾ, പ്രധാനപ്പെട്ട തിരുനാളുകൾ, സാധാരണ തിരുനാളുകൾ. ഏതൊക്കെയാണ് കർത്താവിന്റെ തിരുനാളുകൾ? പിറവി തിരുനാൾ, നാമകരണ തിരുനാൾ, ദൻഹ തിരുനാൾ, ദേവാലയ പ്രവേശന തിരുനാൾ, ഓശാന, പെസഹ തിരുനാൾ, ദുഃഖവെള്ളി, ഉയർപ്പ്, സ്വർഗാരോഹണം, പെന്തകുസ്ത തിരുനാൾ, രൂപാന്തരീകരണ തിരുനാൾ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തിരുനാളുകൾ? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളുകളും ഓർമ്മ തിരുനാളുകളുമാണ് പ്രധാനപ്പെട്ട തിരുനാളുകളായി നാം കണക്കാക്കുന്നത്. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ചുള്ളതും അതുപോലെ തീയതി അനുസരിച്ചുള്ള തിരുനാളുകളെല്ലാം സാധാരണ തിരുനാളുകളിൽ പെടുന്നു. അപ്പോൾ 5ാമത്തെ ആഘോഷങ്ങളുടെ മേഖല, അതായത് തിരുനാൾ ആഘോഷം, 3 പ്രധാനപ്പെട്ട തിരുനാളുകളാണുള്ളത്. കർത്താവിന്റെ തിരുനാൾ, പ്രധാനപ്പെട്ട തിരുനാൾ, അതുപോലെ തന്നെ സാധാരണ തിരുനാളുകൾ. ഇന്ന് ഈ ഒരു അധ്യായത്തിൽ നാം എന്താണ് കണ്ടത്?
വിശ്വാസത്തിന്റെ ആഘോഷമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആഘോഷമാണ് ദൈവ ആരാധന. വിശ്വാസത്തിന്റെ ആഘോഷത്തിന്റെ പല തലങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്തിനാണ് ഇതെല്ലാം നാം മനസ്സിലാക്കിയത്? പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, എന്റെ ദേവാലയത്തിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ആരാധനക്രമങ്ങൾ വെറും അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടയാളം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു അധ്യായം ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ഇത് നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ ആഴപ്പെടുത്താനും ആ ആഴത്തിൽ വളരാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.